നമ്മൾ ഇന്ന് രാവിലെ കാണുന്ന ഒരു ഷോ ഉണ്ട്, ഞാൻ അതിന് ഷോ തന്നെ പറയും കേട്ടോ. ഈ മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി, അദ്ദേഹം കളക്ടറുടെ മുറിക്ക് പുറത്തു വന്നിട്ട് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കണം എന്ന് പറയുകയാണ്. ഒരാൾക്കാണ് നിപ ബാധിച്ചിരിക്കുന്നത്, അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടേക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടാണ്, ബേപ്പൂരാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇനി ഇങ്ങനെ ഒരു പ്രദേശത്ത് ഈ പ്രശ്നം ബാധിത പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഒരാളുടെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വിളിക്കാനാവുന്നതാണ്. അവിടേക്ക് വിളിക്കേണ്ട എന്ന് കളക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ വിസ്തീർണമായിട്ട് വരുന്നത് കണ്ടെയ്ൻമെന്റ് സോണില്ല, അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് പ്രവേശനം വേണമെന്ന രൂപത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുക? അപ്പോൾ ഈ ശ്രദ്ധയാകർഷിക്കാൻ മുൻകാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള ഇത്തരം ഗിമ്മിക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരിക എന്നുള്ള നിപ രോഗബാധ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്കേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി പടരാതിരിക്കട്ടെ. അതിനുവേണ്ട പ്രതിരോധ നടപടികൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വിമർശിക്കാം. അതിൽ വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത് വളരെ മോശമാണ് എന്ന് എനിക്കാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അത്രയും എനിക്ക് പറയാനുള്ളൂ.